16ാം കേരള നിയമസഭയിൽ 140-ൽ 100 സീറ്റ് നേടണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. മൂന്നാം ഊഴം ഭരണം നേടുമെന്ന് മാത്രം പറഞ്ഞിരുന്ന ഇടതുമുന്നണി ഇക്കുറി 110 സീറ്റ് നേടാനാകുമെന്നാണ് ഇപ്പോൾ പിണറായി കരുതുന്നത്. 30 സീറ്റാണ് BJPയുടെ ലക്ഷ്യമായി പുറത്തുവരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മോഹം. ഇടതുമുന്നണിയുടെ 110ഉം BJPയുടെ 30ഉം ചേരുമ്പോൾ 140 സീറ്റാകുന്നു എന്നത് വല്ലതുമാണോ ഉദ്ദേശിച്ചിരിക്കാവോ? 30 സീറ്റിൽ കേന്ദ്രീകരിക്കുന്ന BJP മറ്റ് സീറ്റുകളിൽ ഇടതുമുന്നണിയെ സഹായിക്കുമോ? എന്തായാലും ഹിന്ദു വർഗീയത വോട്ടാക്കാൻ CPM-ഉം BJP-യും ഒരുപോലെ ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ സവിശേഷതയാണ്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 105-ലും ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. വെറും 35-ടത്താണ് ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷം എന്ന കണക്കുണ്ട്. തിരിച്ചടിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിനുള്ള ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങുന്ന ഇടതുമുന്നണി ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് അറിയുമ്പോഴും ഇല്ല എന്ന് മേനി നടിച്ചുകൊണ്ടാണ് പടക്കളത്തിലിറങ്ങുന്നത്. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം 20-ന് ആരംഭിക്കുകയാണ്. അവസാനത്തെ സമ്മേളനം 29-ന് ബജറ്റ്. ജനപ്രീതികരമായ ധാരാളം പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ 12ാം ശമ്പള പരിഷ്കരണം മാർച്ച് മുതൽ നടപ്പാക്കുമെന്നാണ് പ്രചാരണം. 2024 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യവും ഉണ്ടാകും. കഴിഞ്ഞ തവണയുണ്ടായ 37% വർധനയുടെ സ്ഥാനത്ത് ഇക്കുറി 38% വർധന ഉണ്ടാകുമെന്നും പ്രചാരണമുണ്ട്. കേരളത്തിലെ ഹിന്ദു സമുദായ സംഘടനകളായ NSSന്റെയും SNDPയുടെയും നേതാക്കൾ ഇപ്പോൾ പിണറായിയുടെ കൂടെയാണ്. സമസ്തയിലെ പല നേതാക്കളും പിണറായിയുടെ സ്വന്തമാണ്. അത്തരം ബന്ധം പല ബിഷപ്പുമാരുമായും പിണറായിക്കുണ്ട്. ഇതെല്ലാം വോട്ടായാലും ഇല്ലെങ്കിലും ഇടതിനെതിരാകില്ല. മുഖ്യമന്ത്രിയുടെ അടുത്ത സുഹൃത്തായ വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ച് ഉണർത്താൻ ശ്രമിക്കുന്ന മുസ്ലിം വർഗീയ വികാരം ഏത് രൂപം പ്രാപിക്കുമെന്ന് പറയാനാവില്ല. വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ പിന്തുണച്ച് മുതിർന്ന CPM നേതാക്കളായ AK ബാലനും P ജയരാജനും രംഗത്ത് വന്നത് വെള്ളാപ്പള്ളി CPM തന്ത്രമാണ് നടപ്പാക്കുന്നത് എന്നതിന്റെ സൂചനയാണ്. മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും കുറിച്ച് വെള്ളാപ്പള്ളി ഉയർത്തുന്ന ചോദ്യങ്ങൾ ഉത്തരം കിട്ടേണ്ടവ തന്നെയാണ്. ജമാഅത്ത് ഇസ്ലാമി നടത്തിയ വിമാനത്താവള ഉപരോധത്തിൽ ഈജിപ്തിൽ വെടിയേറ്റ് മരിച്ച തീവ്രവാദികളുടെ ഫോട്ടോ ഉയർത്തിയത് എന്തിന് എന്ന ജയരാജന്റെ ചോദ്യത്തിന് ഏറെ ആഴമുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ പേരിലുള്ള മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല. അങ്ങനെ പറയുന്ന വെള്ളാപ്പള്ളിയാണ് ആപത്തെന്ന് പറയുന്നവർ അത് തെളിയിക്കൂടെ വേണം. ഇന്ത്യയിൽ സാമുദായിക സംവരണമുള്ള ഏക സമുദായമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. ഇതെല്ലാം ഭരണം കൊണ്ട് നേടിയതാണ്. സമുദായത്തിന് വേണ്ടിയുള്ള ഭരണത്തിനൊപ്പം ഹിന്ദു സംഘടനകളായ SNDPയെയും NSSനെയും തമ്മിൽ തല്ലിച്ചത് ലീഗാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നാക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച് പഠിച്ച് JB കോശി കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിലെ ഭൂരിഭാഗം നിർദ്ദേശങ്ങളും നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പറയുന്നതും കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. കമ്മീഷൻ സമർപ്പിച്ച 284 ശുപാർശകളും 45 ഉപശുപാർശകളുമാണ് സംസ്ഥാന സർക്കാർ പരിഗണിച്ചതെന്നും സർക്കാർ പറയുന്നു. 220 ശുപാർശകളിലും ഉപശുപാർശകളിലും നടപടി പൂർത്തിയായി. 7 ശുപാർശകൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചുവെന്നും സർക്കാർ പറയുന്നുണ്ട്. എന്തായിരുന്നു ഈ ശുപാർശകളെന്ന് പറയുന്നില്ല എന്നതിലാണ് ബുദ്ധിമുട്ട്. എന്താണ് നടപ്പാക്കിയതെന്ന് ആർക്കും അറിയില്ല. പദവികൾ വഹിക്കുന്നതിനുള്ള 75 വയസ്സ് പ്രായപരിധി, 2 ടേമിൽ കൂടുതൽ തുടർച്ചയായി മത്സരിക്കരുതെന്ന ചട്ടം എന്നിങ്ങനെ CPMന്റെ എല്ലാ നിബന്ധനകളും ലംഘിക്കപ്പെടുമെന്നാണ് പ്രചാരണം. ഇത് പരാജയഭീതിയുടെ കൂടി അടയാളമായി ചിത്രീകരിക്കപ്പെടും. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് സർക്കാർ നേട്ടങ്ങളുടെ വലിയ പരസ്യങ്ങൾ വരും. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പരസ്യം ആപത്താകാനാണ് ഇട. പ്രതിപക്ഷ നേതാവിനെ കൊടുക്കാൻ പുനർജനി കേസ് കുത്തിപ്പൊക്കുന്നത് ഇപ്പോൾ സതീശനെയാവും സഹായിക്കുക. പകപോക്കൽ, ഇരവാദം തുടങ്ങിയ അനുകൂല ഘടകങ്ങളുണ്ടാവും. പോറ്റിയും സ്വർണവും പാരഡിയും നേരിടൽ വല്ലാത്ത തലവേദന ഉണ്ടാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്.